പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾക്കിടെ വീണ്ടും സംഘർഷം ഉടലെടുത്തു. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാന്റെ റഡാർ ഡ്രോൺ നിയന്ത്രണ പ്രദേശത്ത് ആക്രമണം നടത്തിയ അമേരിക്ക ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾക്കുള്ള തിരിച്ചടിയാണിതെന്നും അമേരിക്ക അറിയിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു കുവൈത്തിന് നേർക്ക് ഇറാൻ വ്യോമാക്രമണം നടത്തിയത്. പുലർച്ചെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ശത്രു മിസൈലുകളും ഡ്രോണുകളും എത്തിയതെന്നാണ് നിലവിൽ കുവൈത്ത് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചതുകൊണ്ട് വളരെ വിജയകരമായി ഈ മിസൈലുകളെ തടയാൻ കഴിഞ്ഞുവെന്നാണ് കുവൈത്ത് സായുധ സേന വ്യക്തമാക്കുന്നത്. ശത്രു ലക്ഷ്യങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കിയെന്നും തകർത്ത് തരിപ്പണമാക്കിയെന്നും സൈനിക വക്താക്കൾ വ്യക്തമാക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴാണ് മറുഭാഗത്ത് പുതിയൊരു സംഘർഷം ഉടലെടുക്കുന്നത് ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നത്. ഇറാനിലെ ഗുരുക്കിലും ഖുഷം ദ്വീപിലുമുള്ള ഡ്രോൺ റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലായിരുന്നു അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്വയം പ്രതിരോധത്തിന് വേണ്ടി ആക്രമണം നടത്തിയതായി അവർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇതോടെ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ മാറുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ് വെടിനിർത്തലെന്നും സമാധാന ചർച്ചകളെന്നും എന്നുള്ള ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുകയാണ്. ഇറാന് ആണവായുധം നിർമ്മിക്കാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതാക്കുക, അവരുടെ മിസൈൽ പ്രോഗ്രാം പൂർണ്ണമായും നശിപ്പിക്കുക, ഇറാനിലെ ഭരണമാറ്റത്തിനു വേണ്ടി ജനങ്ങളെ പ്രാപ്തരാക്കുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിരുന്നു ഇറാന് മുന്നിലുള്ളത്. പക്ഷേ ഈ ലക്ഷ്യങ്ങളൊന്നും തന്നെ യുദ്ധത്തിലൂടെ പൂർണ്ണമായി നേടിയെടുക്കാൻ ട്രംപിനോ അമേരിക്കയ്ക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ചർച്ചകളിലൂടെ ഇറാന്റെ മേൽ മേധാവിത്വം നേടാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഇറാന്റെ മുഖ്യ ചർച്ചക്കാരനും പാർലമെന്റ് സ്പീക്കറുമായിട്ടുള്ള മുഹമ്മദ് ബാഗൻ ഗാലിബാവ് കടുത്ത നിലപാട് കൂടി സ്വീകരിച്ച് രംഗത്ത് വന്നത്. അമേരിക്കയെ ഒരു കാലത്തും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ഇറാന്റെ അവകാശങ്ങൾ പൂർണ്ണമായി ഉറപ്പാക്കാതെ വാഷിംഗ്ടണുമായി യാതൊരു വിധത്തിലുള്ള കരാറിലും തങ്ങൾ തയ്യാറാകില്ലെന്നും അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഈ സംഘർഷങ്ങൾ കൂടുതൽ മുറുകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.